ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നന്ദു ജയിലിനുള്ളിലാണ്. നന്ദുവിനെ ഇറക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ദേവയാനി നടത്തുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ ഇറക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം ഇതൊക്കെ ചെയ്തത് അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടിയാണ് എന്നറിയുമ്പം ദേവയാനി മനസ്സ് വിചാരിക്കുന്നുണ്ട്, അങ്ങനെ ഞാൻ അവളെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അനാമികയ്ക്ക് നല്ല പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് വിചാരിക്കണം. അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ അനാമികയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് 8ൻ്റെ പണി കൊടുക്കുന്നുണ്ട്. സ്റ്റോർ റൂമിലൊക്കെ കിടത്തുന്നുണ്ട് നമ്മുടെ അനാമികയെ ദേവയാനി. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവയാനി വക്കീലിനോട് പറയുന്നുണ്ട്, എങ്ങനെയും നന്ദുവിനെ ഇറക്കണം. കാരണം നന്ദു ഇങ്ങനെ ജയിലിൽ കിടക്കാൻ പാടില്ല, രാത്രിക്ക് മുമ്പ് അത് ചെയ്യണമെന്ന് പറയണം. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അത് കുറച്ച് പ്രശ്നമാണ്, എന്തായാലും ജാമ്യമൊക്കെ കിട്ടാനായിട്ട് പാടാണെന്ന് പറയാണ്. അങ്ങനെ ഒരു കേസും വകുപ്പും ഒക്കെ ആയതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ദേവയാനി പറയാം, എന്ത് ചെയ്താലും വേണ്ടില്ല, ആ കുട്ടി അവിടെ കിടക്കാൻ പാടില്ല, നാളെ അവൾ ട്രെയിനിങ്ങിന് പോവുക തന്നെ ചെയ്യണം എന്ന് പറയാണ്. വക്കീല് പറയുന്നുണ്ട്, കുറച്ചൊന്ന് കുരുട്ടുബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് അവളെ ഇറക്കാൻ പറ്റും, കുറച്ച് പണമൊന്ന് ഇറക്കണം എന്ന് പറയാണ് ദേവയാനിയോട്. ദേവയാനി പറയാണ്, എത്ര പണം വേണമെങ്കിലും ഞാൻ ഇറക്കാം, പക്ഷേ നന്ദുവിനെ പുറത്തിറക്കണം. ഒരു കള്ളക്കേസിൽ കുടുക്കി ആ കുട്ടിയുടെ ഭാവി കളയാൻ പാടില്ല എന്ന് പറയാണ്. അപ്പോൾ വക്കീൽ പറയാണ്, ഈ പരാതി കൊടുത്ത പെൺകുട്ടിയും ആ പയ്യനും ആകെ ഉടായ്പകളാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവരുടെ അടുത്ത് പോയി നമുക്കൊന്ന് സംസാരിക്കാം. അവരെ കൊണ്ട് ഈ പരാതി നമ്മൾ പിൻവലിപ്പിക്കാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു, നന്ദുവിനെ ഉടനെ തന്നെ ഇറക്കിക്കൊണ്ട് പോരാൻ പറ്റും എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് അവർ സമ്മതിക്കുമോ? അത് സമ്മതിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വക്കീൽ പറയാണ്. എൻ്റെ അനുഭവം വച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആരോ അവർക്ക് കുറച്ച് പണം കൊടുത്ത് ഒരു കള്ളക്കേസ് ക്രിയേറ്റ് ചെയ്തതാണിത്. അതുപോലെ അതിൽ കൂടുതൽ പണം നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ മറുകണ്ഠം ചാടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് വക്കീൽ പറയാണ്. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ആ വഴിയൊന്ന് നോക്കാമെന്ന് പറയാം. അങ്ങനെ ദേവയാനിയും വക്കീലും കൂടി ആ പെൺകുട്ടിയെയും അയാളെയും കാണാൻ പോവുകയാണ് കേട്ടോ. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഈ കേസ് നിങ്ങളല്ലേ കൊടുത്തത്, ഇതൊരു തട്ടിപ്പ് കേസാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം, ഇത് ക്രിയേറ്റ് ചെയ്തതാണെന്നുള്ള കാര്യവും ഞങ്ങൾക്കറിയാം. ഇതിൻ്റെ പേരിൽ ഞങ്ങളൊരു കേസിന് പോയാൽ നിങ്ങൾ രണ്ടും അകത്താകും എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, അങ്ങനെ അകത്താകാൻ വെറുതെ വഴിയെ പോയ എന്നെ ആ കുട്ടി കയറി തല്ലുമായിരുന്നു, ഇവളാണ് അതിന് സാക്ഷി എന്ന് പറയണം. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, സാക്ഷിയുടെ ഒന്നും കാര്യം പറയണ്ട, അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെയായ സ്ഥിതിക്ക് ഇത് നിങ്ങൾ പറയുന്നത് സത്യമല്ലെന്നുള്ള കാര്യം തെളിയിക്കാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് കാശ് തടയുകയും ചെയ്യും, ഇതിൽ നിന്നൊക്കെ അങ്ങ് ഊരി പോവുകയും ചെയ്യാമെന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളെ കൊണ്ട് ഇത് ആരാ ചെയ്യിപ്പിച്ചതെന്ന് ആദ്യം പറയണം. ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട്, അത് സാറിനൊന്നും തോന്നരുത്, ആ വേണു എന്ന് പറയുന്ന അയാളാണ് ചെയ്തത്. അയാൾ കുറച്ച് പണം തരാമെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു നാടകം കളിച്ചാൽ മതി, ഇത് ഇത്രയും വലിയൊരു പൊല്ലാപ്പാകുമെന്നും നാളെ ട്രെയിനിങ്ങിന് പോകുമ്പോഴുള്ള കുട്ടിയാണ് അതെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. പക്ഷേ ഇങ്ങനെ ഒരു നാടകം കളിച്ച് ആ കുട്ടിയെ അകത്താക്കണം, അതിനെതിരെ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പണത്തിൻ്റെ ആവശ്യം എല്ലാവർക്കും ഇല്ലേ സാറേ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് സമ്മതിച്ച് പോയതാണ് എന്ന് പറയുക. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, പണത്തിൻ്റെ ആവശ്യമൊക്കെ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയല്ല ജീവിക്കേണ്ടത്. നിങ്ങൾ നല്ല ചെറുപ്പക്കാരല്ലേ, നിങ്ങൾക്ക് നല്ല ജോലിയെടുത്ത് ജീവിച്ചൂടെ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം ഇങ്ങനെ എളുപ്പ വഴി നോക്കിയാണ് പണം ഉണ്ടാക്കുന്നതെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, ഞങ്ങൾ വന്ന കാര്യം പറയാം, ഈ കേസ് നിങ്ങളങ്ങ് പിൻവലിക്കണം, അതിനായിട്ട് കുറച്ച് പണം ഞങ്ങളും അങ്ങ് കയ്യിലേക്ക് തരാം എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എത്ര തരും സാറേ, നിങ്ങൾ പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ തരാം എന്ന് പറയാണ്. അങ്ങനെ അവരൊരു എമൗണ്ട് പറയുകയാണ് കേട്ടോ. ദേവയാനി പറയുന്നുണ്ട്, അത് ഓക്കെയാണ്, ആ പണം ഞാൻ തന്നേക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ കുഴപ്പമില്ല സാറേ, വേണു ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നു, പണവും തന്നു, അതുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്തു, ആ കുട്ടിയെ അകത്തിട്ടു. ഇനിയിപ്പം നിങ്ങൾ പണം തന്നു, ഇനിയിപ്പം ഞങ്ങൾ ആ കേസ് അങ്ങ് പിൻവലിക്കുക, ഞങ്ങൾക്കും പ്രശ്നമില്ല നിങ്ങൾക്കും പ്രശ്നമില്ലെന്ന് പറയുകയാണ്. അങ്ങനെ അവർ കേസ് പിൻവലിക്കുകയാണ് കേട്ടോ. വേണുവാണ് പരാതി കൊടുത്തതെന്നറിയുമ്പം ദേവയാനിക്ക് നല്ല ദേഷ്യം വരികയാണ്. വേണുവിൻ്റെ തട്ടിപ്പ് മനസ്സിലാക്കുകയാണ് ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അനാമികയും അവളുടെ അച്ഛനും അമ്മയാണ് ഇങ്ങനെ പല കള്ളത്തരങ്ങൾക്കും പിന്നിൽ. അവരത്ര നല്ല ആൾക്കാരൊന്നുമല്ല, തട്ടിപ്പ് വീരന്മാരാണ്, അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ഉടായ്പ കേസുകളൊക്കെ കൊടുക്കുന്നത് എന്നൊക്കെ വിചാരിക്കുകയാണ്. എന്നിട്ട് ദേവയാനി വക്കീലിനോട് പറയുന്നുണ്ട്, എന്തായാലും നന്ദു പുറത്തിറങ്ങും, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഇവർ കേസ് പിൻവലിച്ചാൽ പിന്നെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ, നന്ദുവിന് പുറത്തിറങ്ങാൻ പറ്റും, ആദർശും നയനയും ചെന്ന് കൂട്ടിക്കൊണ്ട് പോന്നോളും. പക്ഷേ ആ അനാമിക അവളാണ് അനന്തപുരിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്.
അവൾക്ക് എന്തെങ്കിലും ശത്രുത ആരോടെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവരെ തീർക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. ഇപ്പം എനിക്ക് സംശയമുണ്ട്, അന്ന് പാലിൽ അവളായിരിക്കും വിഷം ചേർത്ത് തന്നത്, അല്ലാതെ വേറെ ആരും അത് ചെയ്യാൻ സാധ്യതയില്ല. ഇപ്പം നന്ദുവിനോടുള്ള ദേഷ്യത്തിന് ഇങ്ങനെ നന്ദുവിനെ ജയിലിൽ കയറ്റുകയും കൊട്ടേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നയനയോടും അവൾ ഒരുപാട് ഉപദ്രവമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവളെ അങ്ങനെ വെറുതെ വിടാനും സുഖമായിട്ട് ജീവിക്കാനും ഒന്നും ഞാൻ സമ്മതിക്കില്ല. അനിയുടെ ഭാര്യയാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും നാളും ക്ഷമിച്ചത്. പക്ഷെ അനിക്ക് ഒരു നല്ല ജീവിതമൊന്നും അവൾ കാരണം ഉണ്ടാവുന്നില്ല. അനിക്കൊരു സ്വസ്ഥതയില്ല. ഇനിയിപ്പോൾ അവൾ അനിയുടെ ഭാര്യ ആയില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ വിചാരിക്കുകയാണ് ദേവയാനി. അതിനുശേഷം നന്ദു ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആദർശും നയനയും കൂടെ പോയിട്ട് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ നന്ദു ട്രെയിനിങ്ങിനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നാൾ നന്ദു SI ട്രെയിനിങ്ങിനായിട്ട് പോവുകയാണ്. ആ സമയത്ത് അനിയെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ അനാമികയെ അസ്വസ്ഥയാക്കുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം അനാമിക ഇങ്ങനെ അനിയും നന്ദുവും കൂടി സംസാരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ അനാമിക വന്നിട്ട് പറയാണ്, അവൾ ട്രെയിനിങ്ങിന് പോയിട്ടും നിനക്ക് ഈ സംസാരമേ ഉള്ളല്ലേ? ഇപ്പോൾ ട്രെയിനിങ്ങിനെങ്കിലും പോകുമ്പോൾ അവളുമായിട്ടുള്ള ബന്ധം തീരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പം ഒന്നുകൂടെ കൂടിയല്ലോ എന്ന് പറയുമ്പം അനി പറയാണ്, അതേടി അങ്ങനെയാണ്. എന്താ നിനക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ? അന്ന് കള്ളപ്പരാതി കൊടുത്ത് അവളെ അകത്താക്കിയത് നീയും നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടിയല്ലേ? എന്നിട്ടെന്താ നന്ദു ട്രെയിനിങ്ങിന് പോയില്ലേ? അവൾ SI ആയില്ലേ? അവളാകും. അതാടി നല്ല മനസ്സുള്ളവർ. നിന്നെപ്പോലെ ദുഷ്ടപിശാചുക്കൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് അനി പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം കയറിയിട്ട് അനാമിക രേവതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നമ്മേ എന്തൊക്കെല്ലാം നമ്മൾ ചെയ്തു, എന്നിട്ടും അവൾ ട്രെയിനിങ്ങിന് പോയി. അന്ന് അത്രയും പണം മുടക്കി അവളെ കേസ് കുടുക്കിയപ്പോൾ ഞാൻ ഓർത്തു അവൾക്ക് ഈ ട്രെയിനിങ് നഷ്ടപ്പെട്ടു, ഈ ജോലിയും കിട്ടില്ല എന്ന്. അതൊക്കെ അവൾക്ക് കിട്ടി. അവളുമാരുടെ ഒരു ഭാഗ്യം നോക്കണേ. ഇവിടെ ഒരുത്തൻ ഇപ്പോഴും അവളെ വിളിച്ച് പാട്ടും പാടിക്കൊണ്ടിരിക്കുക. ആയിക്കോട്ടെ, ഈ സ്വത്തും പണമൊന്ന് കിട്ടാൻ എന്താ ഒരു മാർഗം എന്ന് വിചാരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം രേവതി പറയുന്നുണ്ട്, അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ മോളെ. നവ്യ ഗർഭിണിയാണല്ലോ, അതുപോലെ നീയും ഗർഭിണിയാണ്. നയന ഗർഭിണിയാകുന്നതിന് മുമ്പ് അനിയുടെ കുഞ്ഞിനെ നീ പ്രസവിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് അനന്തപുരിയിൽ ഒരു അധികാരം ഉണ്ടാവും. ആരും ഇങ്ങനെയിട്ട് തട്ടുകയില്ല. അതിനുള്ള ശ്രമമൊക്കെ നീ ചെയ്യണമെന്ന് പറയുമ്പം അനാമിക പറയാം, ഒന്ന് ഫോൺ വയ്ക്കുന്നുണ്ടോ? കുറേ കാലമായല്ലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് ദേവയാനി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, എന്താ മോളെ അനാമികയെ, നീ എന്താ ഈ ബഹളം വയ്ക്കുന്നത്? കുഞ്ഞിൻ്റെ കാര്യവും പ്രസവത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ, എന്താണെന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയാണ്, അത് വല്യമ്മേ, അനിക്ക് എന്നോട് ഒരു താല്പര്യമില്ല. അനിക്ക് ഇപ്പോഴും നന്ദൂനിയോടാണ് താല്പര്യം. നന്ദൂനിയാണ് അവൻ ഫോൺ വിളിക്കുന്നത്. അപ്പോൾ അമ്മ പറയുമായിരുന്നു ഒരു കുഞ്ഞുണ്ടായാൽ അതൊക്കെ മാറുമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഈ ജന്മം ഒരു കുഞ്ഞുണ്ടാവുമെന്നൊന്നും തോന്നുന്നില്ല. അതെങ്ങനെയാണ്? അവൻ നേരെ ചോദിച്ചു എന്നോടൊന്ന് സംസാരിക്കുന്ന പോലും ഇല്ല വല്യമ്മേ എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, അത് നേരെ അനാമികയെ, ഞാനും അത് നിന്നോട് പറയണമെന്ന് വരികയായിരുന്നു. അനിയുടെ ഈ ദേഷ്യമൊക്കെ മാറി നിങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവണം. അനി നിന്നെ സ്നേഹിക്കണം. ഇപ്പോഴും ഒരർത്ഥത്തിലും നിങ്ങൾ ഒന്നായിട്ടില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട്, എങ്ങനെ നേരായ രീതിയിൽ സ്നേഹത്തോടെ അവൻ എന്നോടൊന്ന് സംസാരിച്ചിട്ട് വേണ്ടേ എന്ന് പറയാണ്. അപ്പോഴേക്കും ദേവയാനി പറയാണ്, മോളെ ഒരു കാര്യം ചെയ്യേ, ഞാൻ അടുത്ത ദിവസം തന്നെ പുരോഹിതനെ പോയി കണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താം. അതനുസരിച്ച് മോള് ചെയ്താൽ മതി. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ശരിയാ വല്യമ്മ അത് ചെയ്ത് തരണം. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാനത് ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ ദേവയാനി പിറ്റേ ദിവസം തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ, ഇവക്കൊരു പണി കൊടുക്കണം. കുറച്ച് ദിവസം ഇവളെ കൊണ്ടൊരു വ്രതം എടുപ്പിച്ച് കിടത്തണം. നല്ല ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ഒറ്റയ്ക്ക് ഒരു മുറി കിടന്നുമൊക്കെ ഇവൾ ജീവിക്കണം. ഇവക്കൊരു നല്ല 8ൻ്റെ പണി തന്നെ കൊടുക്കണം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ദേവയാനി വന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, മോളെ പുരോഹിതൻ പറഞ്ഞത് എന്താണെന്നറിയോ? മോള് ഒരു 30 ദിവസത്തെ വ്രതം എടുക്കണം എന്നാണ് പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, എന്ത് വ്രതമാ വല്യമ്മേ? ഏത് വ്രതം വേണേലും ഞാൻ എടുക്കാം, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കണ്ടാൽ മതി എന്ന് പറയാണ്. അപ്പം ദേവയാനി പറയാണ്, ഇതങ്ങ് കാര്യമായിട്ട് ചെയ്താൽ അതിന് ഫലം ഉറപ്പാണ്. അനി പിന്നെ നിന്നെ വിട്ടു പോവില്ല, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്യും എന്ന് പറയാം. അപ്പം ഉടനെ അനാമിക പറയാം, പറ വല്യമ്മേ, ഞാൻ ചെയ്യാം എന്ന് പറയുമ്പം പറയുന്നുണ്ട്, ഈ മാംസാദികളൊന്നും കഴിക്കരുത്, രാവിലെ ഒന്നും കുളിച്ച് പ്രാർത്ഥനയും പൂജയും ഒക്കെ ആയിട്ട് ജീവിക്കണം. അതുപോലെ അനിയുടെ കൂടെ ഒരു മുറിയിൽ പോലും ഉറങ്ങാൻ പാടില്ല 30 ദിവസത്തേക്ക് എന്ന് പറയാണ്. അപ്പോഴേക്കും അനാമിക പറയാണ്, അതിനെന്താ ഒരു മുറിയിൽ കിടന്നെന്ന് വെച്ച് അങ്ങനെ ഒരു
മുറിയിൽ കിടക്കാൻ പറ്റില്ല, വേറൊരു മുറിയിലേക്ക് മാറണം മോളെന്ന് പറയാണ്. ശരിയാ, എന്നാൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു മുറിയിലേക്ക്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോക്ക് പറ്റിയ മുറി ഞാൻ കാണിച്ചു തരാം, അവിടെ കിടക്കണം ഒരു 30 ദിവസം മോള്. അങ്ങനെയാണെങ്കിലേ ഈ വ്രതത്തിന് ഫലം ഉണ്ടാവുള്ളൂ എന്ന് പറയാണ്. ശരി വല്യമ്മ, ഞാൻ വരാം എന്ന് പറയുമ്പം ദേവയാനി അനാമികയും കൂട്ടിക്കൊണ്ട് സ്റ്റോർ റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. പണ്ട് നയനയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയത്ത് നയന കിടന്നിരുന്ന ആ റൂമിൽ ഫാനും അങ്ങനെയൊന്നുമില്ല, അങ്ങോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കയറ്റുവാണ്. അപ്പോൾ അനാമിക പറയാണ്, ഈ മുറിയിൽ എങ്ങനെയാണ് വല്യമ്മ ഞാൻ കിടക്കുന്നത്? ഇത് സ്റ്റോർ റൂമല്ലേ, ഇവിടെ ഒരു ഫാൻ പോലും ഇല്ല, ശരിക്കും പൊടിയും പൊട്ടും ചുക്കിലിയും എല്ലാം ആയിട്ട് ഈ മുറിയിൽ ഞാൻ എങ്ങനെ കിടക്കും എന്ന് പറയുമ്പം ദേവയാനി പറയാ, ഈ മുറിയിൽ കിടക്കണം. നയന വന്ന സമയത്തൊക്കെ ഈ മുറിയിലാണ് കിടന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ അവളുടെ സമയം മാറിയത് കണ്ടോ? ആദർശ് അവളെ കൈവെള്ളയിലല്ലേ കൊണ്ട് നടക്കുന്നത്, അതുപോലെ മോളും ഈ റൂമിൽ കിടണം. ആദ്യം കുറച്ച് കഷ്ടതകളൊക്കെ അനുഭവിച്ചാലേ ഉള്ളൂ ഇതിന് ഫലം കിട്ടുള്ളൂ എന്ന് പറയണം. അങ്ങനെ ദേവയാനി അനാമികയെ ആ റൂമിലേക്ക് കൊണ്ട് കിടത്തുകയാണ്. അനാമിക മനസ്സോടെയാണ് കേട്ടോ തറയിൽ പായൊക്കെ വിതച്ച് ആ പൊടിയൊക്കെ തൂത്തുകളഞ്ഞ് ചുക്കിലിയൊക്കെ തട്ടിക്കളഞ്ഞ് എട്ടുകാലിയും പാറ്റിയും ഒക്കെയുള്ള ആ റൂമിൽ കിടക്കുകയാണ്. ദേവയാനി മനഃപൂർവ്വം ചെയ്യുന്ന പണി തന്നെയാണ് കേട്ടോ അത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ നന്ദുവിന് ഒരു നല്ല സദ്യയൊക്കെ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ദേവയാനി പറയുന്നുണ്ട്, നന്ദു വരുമല്ലേ, ഏതായാലും എല്ലാവർക്കും സന്തോഷമായിക്കോട്ടെ, നന്ദുവിന് ചിക്കനും മട്ടനും എല്ലാമുള്ള ഒരു നല്ല സദ്യ തന്നെ നമുക്ക് കൊടുക്കാം എന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പം അനാമിക പറയാണ്, ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടോ, ഒരുപാട് നാളായി അതൊക്കെ കഴിച്ചിട്ട് എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അയ്യോ മോളെ, നിനക്കതൊന്നും കഴിക്കാൻ പറ്റില്ല, നീ വ്രതത്തിലല്ലേ, നീ ചോറും സാമ്പാറും മാത്രം കഴിച്ചാൽ മതി, അല്ലാതെ ഇറച്ചിയും മീനും ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോഴാണ് അനാമികയ്ക്ക് വിശന്ന് കത്തിക്കാളുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ലേ, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പൊന്നെ, അവളുടെ ഒരു യോഗം, അവളെ വിളിച്ച് സദ്യയും കൊടുക്കുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദു വരുന്നത്. നന്ദുവിന് നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് നന്ദുവിനെ ഇരുത്തി വിളമ്പി കൊടുക്കുകയാണ് ദേവയാനി. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അനാമികയ്ക്ക് അങ്ങ് സഹിക്കുന്നില്ല കേട്ടോ. അനാമിക അവിടെ നിന്ന് ദേഷ്യപ്പെടുകയാണ്. അനാമിക ദേവയാനിയോട് പറയുന്നുണ്ട്, വല്യമ്മ എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ വല്യമ്മയോട് ഇവളെ എവിടെയോട്ട് ക്ഷണിച്ച് വരുത്തരുതെന്ന്? ഞാനും ഇവളും തമ്മിലുള്ള പ്രശ്നം വല്യമ്മയ്ക്ക് അറിയില്ലേ? എന്നിട്ട് പിന്നെ എന്തിനാ ഈ നാശത്തിനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി സദ്യ കൊടുക്കുന്നത്? അപ്പോൾ ദേവയാനി പറയാണ്, അനാമികയെ, നീ ഇങ്ങനെയുള്ള സംസാരമൊന്നും നിർത്തണം. കാരണം നീ ഇപ്പോൾ വ്രതത്തിലാണ്, അതുകൊണ്ട് മോശം വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. വ്രതത്തിൻ്റെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവവിചാരത്തോടു കൂടി ദൈവനാമങ്ങൾ ഉരുവിട്ട് ജീവിക്കണം, അല്ലാതെ മോശം വാക്കുകളും നാശം അങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും പറയരുത്. മറ്റുള്ളവരെ ബഹുമാനിക്കാനും പഠിക്കണം എന്ന് പറയുമ്പം ദേഷ്യപ്പെട്ട് അനാമിക അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് പറയാണ്, നാശം, അവളെ എനിക്കൊന്നും പറയാനും പറ്റുന്നില്ലല്ലോ ഈ വ്രതമായതുകൊണ്ട് എന്നിങ്ങനെ വിചാരിക്കുകയാണ്. കഷ്ടപ്പെട്ട അനാമിക ആ സ്റ്റോറൂമിൽ പോയി വിശന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ നല്ല ചിക്കൻ പൊരിച്ചതിൻ്റെയും മട്ടൻ കറിയുടെയൊക്കെ മണം വരുമ്പോഴേക്കും അനാമിക കൺട്രോൾ പോവുകയാണ്. അപ്പോഴേക്കാണ് ദേവയാനി പറയുന്നത്, നല്ലൊരു അടപ്രഥമൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നന്ദുവിന് വേണ്ടിയിട്ട്, അത് കുടിച്ചോ എന്ന് പറഞ്ഞ് പായസം എടുക്കുകയാണ്. അപ്പോൾ പായസത്തിൻ്റെ മണം കൂടി വരുമ്പോഴേക്കും അനാമികയുടെ കൺട്രോൾ പോയിട്ട് അനാമിക വീണ്ടും ഇറങ്ങി വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എവിടെ പായസം, ചിക്കനും മട്ടനും ഒന്നും അല്ലേ കഴിക്കാൻ മേലാതുള്ളൂ, ആ പായസം എങ്കിലും കുറച്ച് എനിക്ക് താ എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, ഇല്ല അനാമികയെ, നിനക്ക് പായസവും കഴിക്കാൻ പാടില്ല. കാരണം കുറേ ലൗകിക ജീവിതത്തിലെ കുറേ കാര്യങ്ങളിൽ നിന്ന് നീ ഒഴിവാകണം. എന്തൊക്കെ കാര്യങ്ങളാണോ ഒരുപാട് ഇഷ്ടമുള്ളത് അതൊക്കെ വേണ്ടെന്ന് വെച്ച് വേണം ഈ വ്രതം എടുക്കാൻ. അല്ലാതെ ഇഷ്ടം പോലെ വാരി വലിച്ച് കഴിച്ച് വ്രതം എടുത്തിട്ട് ഒരു ഫലവും. ത്യജിക്കാൻ പറ്റുന്നതൊക്കെ ത്യജിക്കണം. അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട പായസവും ചിക്കനും മട്ടനും ഒന്നും കഴിക്കാൻ പറ്റില്ല ഈ വ്രതം കഴിയുന്നവരെ. മോള് റൂമിൽ പോയി ഇരുന്നോളൂ, മോക്കുള്ള സാമ്പാറും ചോറും ഒക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം എന്ന് പറയാണ്. അപ്പം അത് കേൾക്കുമ്പം നയനയും നവ്യയും നന്ദുവും ഒക്കെ ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ അനാമികയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട്. അനാമിക ഒന്നും പറയാതെ അകപ്പാടെ ദേഷ്യപ്പെട്ട് റൂമിൽ പോയിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നാശം പിടിക്കാനായിട്ട് ഇതിപ്പോൾ വല്ലാത്തൊരു കെണിയായി പോയല്ലോ. അവളുമാരെല്ലാം ഡൈനിങ് ടേബിളിൽ നിന്ന് വെട്ടി വിഴുങ്ങുമ്പോൾ ഞാൻ ഈ പൊടി പൊടിച്ച റൂമിൽ എത്ര ദിവസമായി ഇത് തുടങ്ങിയിട്ട്, ഈ വ്രതവും വേണ്ട ഒന്നും വേണ്ടായിരുന്നു. നാശം, ഇതിപ്പം വല്യമ്മ ഇങ്ങനെ പറയുകയും ചെയ്തു, ഈ വ്രതത്തിന് എന്തെങ്കിലും ഫലം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഉണ്ട്. സാരമില്ല, എന്തെങ്കിലും ഫലം ഉണ്ടാവുമായിരിക്കും, പുരോഹിതനൊക്കെ പറഞ്ഞതല്ലേ, അതോ ഇവരെല്ലാവരും കൂടെ എന്നെ ട്രാപ്പിലാക്കുന്നതാണോ എന്നൊക്കെ അനാമിക ഇങ്ങനെ ചിന്തിക്കുകയാണ്.
അപ്പോൾ ദേവയാനി ചോറും സാമ്പാറും ഒക്കെ ആയിട്ട് ചെല്ലുകയാണ് അനാമികയുടെ അടുത്തേക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കഴിച്ചോ മോളെ എന്ന് പറയുമ്പം അനാമിക പറയും, ഓ അവിടെ എങ്ങാനും വയ്ക്കേ, എന്നും ഈ ചോറും സാമ്പാറും കഴിച്ച് ഞാൻ മടുത്തു. ഇച്ചിരി വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചാൽ നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇതൊക്കെ സഹിച്ച് എനിക്ക് നിൽക്കാൻ പറ്റില്ല. നേരത്തെ മുതൽ എനിക്കുള്ളതാ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് അപ്പം തന്നെ കഴിക്കണം എന്ന് ആഗ്രഹം. ഇതിപ്പോൾ എത്ര ദിവസമായി ഇങ്ങനെ ഈ മുറിക്കകത്ത് അടച്ചിട്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഈ വ്രതം ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ്, അയ്യോ മോളെ അങ്ങനൊന്നും പറയരുത്, കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ, മോളൊന്ന് സഹിക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് ദേവയാനി ഒരു കള്ളച്ചിരിയോടുകൂടി അവിടുന്ന് പോവാണ് കേട്ടോ. അനാമികയെ ശരിക്കും ട്രാപ്പിലാക്കിയിരിക്കുകയാണ് ദേവയാനി. മറ്റുള്ളവരെല്ലാം ഇത് പറഞ്ഞ് ചിരിക്കുന്നുമുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്